ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഇന്ന് തൊട്ടിട്ട് സെക്സ് എഡ്യൂക്കേഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. എന്നെ ഈ അസ്ല മാർലി എന്നാക്കിയെടുത്തത് എൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ കണ്ടൻസ് ആണ്. പിന്നെ എപ്പോഴോ വഴി മാറി ഫാമിലി വ്ളോഗ്സായി. അങ്ങനെ ഫാമിലി വ്ളോഗ്സ് ഉണ്ടാവില്ല എന്നല്ല, പക്ഷേ പഴയ പോലെ സെക്സ് എഡ്യൂക്കേഷൻ ആയിരിക്കും ഇനി ഇമ്പോർട്ടൻസ് കൊടുക്കുക. എനിക്ക് ഈ പ്രഗ്നൻസി, ഡെലിവറി, കല്യാണം എല്ലാം കൂടിയായിട്ട് എനിക്ക് ടൈം കിട്ടുന്നുണ്ടായിരുന്നില്ല പഴയ പോലെ. കാരണം ഇത് ഒരുപാട് പഠിക്കണം, ഹോംവർക്ക്സ് വേണം, റിസർച്ച് വേണം, ഇങ്ങനെയൊക്കെ ആയിട്ടാണ് നമ്മൾ ഓരോ സെക്സ് എഡ്യൂക്കേഷൻ കണ്ടന്റ് ചെയ്യുന്നത്. പക്ഷേ കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഒരാൾ പറയുന്നത് കേട്ടു, ഇപ്പോൾ അവൾ നന്നായിരിക്കുന്നു, ഇപ്പോൾ അവൾ സെക്സ് എഡ്യൂക്കേഷൻ അങ്ങനത്തെ വീഡിയോസ് ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള സാധനം. അത് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ചു പഴയ പോലെ തുടങ്ങുക എന്നുള്ളത്. എങ്ങനെയാണ് അത് നന്നാവില്ലാവാൻ? ഞാനത് മോശമായി എന്നാണ് വിചാരിക്കുന്നത്. ഞാൻ സെക്സ് എഡ്യൂക്കേഷൻ ചെയ്യാത്തത് എൻ്റെ എന്താ പറയുക, ഇറസ്പോൺസിബിൾ ബിഹേവിയർ ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം എന്നെ ഇങ്ങനെ ആക്കിയത്, അല്ലെങ്കിൽ ഈ അസ്ലാം മാർലിൽ നിന്ന് ആൾക്കാരേക്ക് എത്തിച്ചത് എൻ്റെ സെക്സ് എഡ്യൂക്കേഷൻ കണ്ടൻസ് ആണ്. അതാണ് ഏറ്റവും പവർഫുൾ കണ്ടന്റ്, ഏറ്റവും സ്ട്രോങ്. എൻ്റെ വേർഡ്സ് ആയിക്കോട്ടെ, കാര്യങ്ങളായിക്കോട്ടെ. സോ നമ്മൾ ഇന്നോട്ടിട്ട് സെക്സ് എഡ്യൂക്കേഷൻ കണ്ടന്റ് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീരിയഡ്സ് ആഫ്റ്റർ പ്രഗ്നൻസി. ഇതാണ് എല്ലാവരും എന്താ പറയുക, പ്രഗ്നൻസിനെ കുറിച്ച് സംസാരിക്കും, ഡെലിവറിനെ കുറിച്ച് സംസാരിക്കും, എല്ലാം സംസാരിക്കും. പക്ഷേ ഒരു പോസ്റ്റ്പാർട്ടം ഫേസ് അല്ലെങ്കിൽ പോസ്റ്റ്പാർട്ടം ഹീലിംഗ്, അല്ലെങ്കിൽ എസ്പെഷ്യലി ഒരു ഡെലിവറി കഴിഞ്ഞാലുള്ള പീരിയഡ്സിനെ കുറിച്ചിട്ട് അങ്ങനെ അധികം ആരും സംസാരിക്കില്ല. എന്നാൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ്. അതാണ് നമ്മൾ ഇന്ന് ഫുൾ കവർ ചെയ്യുന്നത് കേട്ടോ. ഡെലിവറി കഴിഞ്ഞു എന്ന് വെച്ചിട്ട് ഡെലിവറിക്ക് ശേഷം നമ്മുടെ ബോഡി ഒറ്റയടിക്ക് ആ പഴയ പോലെ ആയി വരത്തില്ല. അതിന് ഒരുപാട് ടൈം വേണം. ഒറ്റ രാത്രി കൊണ്ട് ഓക്കെ നമ്മൾ പഴയ പോലെ എനർജറ്റിക് ആയിരിക്കുന്നു, 2 തുള്ളൽ തുള്ളാം, ഡാൻസ് കളിക്കാം, നെല്ല് കുത്താൻ പോവാം, സെക്സിന് ഇറങ്ങാം, പറ്റത്തില്ല. നമ്മുടെ ബോഡിക്ക് ഒരുപാട് ടൈം വേണം അത് ഹീൽ ചെയ്യാൻ. പതുക്കെ പതുക്കെ ഹീൽ ആവത്തുള്ളൂ. കാരണം നമ്മുടെ ഹോർമോൺ മൊത്തത്തിൽ മാറിയേക്കുവാണ്. നമ്മുടെ സ്ലീപ്പ് സൈക്കിൾ, നമുക്ക് ഉറക്കം പഴയ പോലെയല്ല, ബ്രോക്കൺ സ്ലീപ്പ് സൈക്കിളായിരിക്കും. അങ്ങനെ എല്ലാം പഴയ പോലെയല്ല. അപ്പോൾ പതുക്കെ വേണം അത് റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും ഒരു സർപ്രൈസ് ഗസ്റ്റ് പോലെ വിത്ത് സീറോ മാനേഴ്സ്, ഒരു മാനേഴ്സും ഇല്ലാതെ ഒരു സർപ്രൈസ് ഗസ്റ്റ് പോലെ ഒരാൾ വരുന്നത്, ഹായ് എന്ന് പറഞ്ഞു. അതാണ് പീരിയഡ്സ്. ഒട്ടും എക്സ്പെക്റ്റ് ചെയ്യാത്ത ടൈമിൽ. കാരണം ഈ ഡെലിവറിക്ക് ശേഷം നമുക്ക് എപ്പോൾ പീരിയഡ്സ് ആവും എന്നുള്ളത് ആർക്കും തന്നെ പറയാൻ പറ്റത്തില്ല. അത് ഒരു ഡോക്ടേഴ്സിനും പറയാൻ പറ്റില്ല, നമുക്കും പറയാൻ പറ്റത്തില്ല, ആർക്കും പറയാൻ പറ്റില്ല അത് എപ്പോൾ പീരിയഡ്സ് ആവും എന്നുള്ളത്. ചിലവർക്ക് ഡെലിവറി കഴിഞ്ഞ് വിത്തിൻ 28 ഡേയ്സ് പഴയ പോലെ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യും. 28 ദിവസം കഴിഞ്ഞാൽ പഴയ പോലെ പീരിയഡ്സ് എല്ലാ മാസവും ആവും, അങ്ങനെ ആയിരിക്കും. എന്നാൽ ചില ആൾക്കാർക്ക് 6 months വരെ പീരിയഡ്സ് ആവാത്തവരുണ്ട്. 6ാം മാസത്തിലാവും പീരിയഡ്സ് ആവുന്നത്. ചിലവർക്ക് 1 വർഷം വരെ, ചിലവർക്ക് 1.5 വർഷം വരെ പീരിയഡ്സ് ഉണ്ടായിരിക്കില്ല. അങ്ങനെ അപ്പോൾ പീരിയഡ്സിന് തോന്നുന്ന സമയത്തായിരിക്കും ഒരു സുപ്രഭാതത്തിൽ വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ പൊതുവേ പറയുക എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അമ്മമാർ, ഒക്കെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യുന്ന അമ്മമാർക്ക് ഒരു 6 months വരെ പീരിയഡ്സ് ഉണ്ടായിരിക്കില്ല. അല്ലെങ്കിൽ 1 year അല്ലെങ്കിൽ 1.5 years വരെ പീരിയഡ്സ് ഉണ്ടായിരിക്കില്ല എന്നാണ് പറയുക. എന്ന് വെച്ചിട്ട് അതിൻ്റെ അർത്ഥം എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് മിൽക്ക് കൊടുക്കുന്ന അമ്മമാർക്ക് 28 ഡേയ്സിനുള്ളിൽ പീരിയഡ്സ് ആവില്ല, അങ്ങനൊന്നുമല്ല. ചില മുലപ്പാൽ മാത്രം കൊടുക്കുന്ന അമ്മമാർക്ക് 28 ദിവസം ഉടനെ പീരിയഡ്സ് ആവുന്നവരുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു ക്രൈറ്റീരിയ അല്ല, പക്ഷെ പൊതുവെ പറയാം അങ്ങനെയാണ്. 6 months മുലപ്പാൽ മാത്രം കൊടുക്കുന്ന അമ്മമാർക്ക് 6 months എന്താ പറയുക, പീരിയഡ്സ് ഉണ്ടായിരിക്കില്ല എന്ന് പറയാം. അങ്ങനെയല്ല, ചിലർക്ക് എൻ്റെ ഉമ്മയൊക്കെ പറയാം, എൻ്റെ ഉമ്മ ആൻറ്റിമാരൊക്കെ പറയാറുണ്ട്, അവർക്ക് കറക്റ്റ് 40 ദിവസം തൊട്ടിട്ട് പീരിയഡ്സ് സ്റ്റാർട്ട് ചെയ്തു പഴയ പോലെ. അപ്പോൾ എനിക്കും അങ്ങനെ ആയിരിക്കും എന്നൊക്കെയാണ് അവർ പറയാറ്. പക്ഷേ എനിക്കായത് 2 ദിവസം മുമ്പാണ് എനിക്ക് പീരിയഡ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് എൻ്റെ ബേബിക്ക് 7 months ആവാൻ പോണേക്കാൾ മുമ്പാണ് എനിക്ക് പീരിയഡ്സ് ആദ്യമായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ അത് ഓരോ ഡിഫറെൻറ്റ് ബോഡീസ് ഡിപ്പെൻഡ് ചെയ്തിരിക്കും നമുക്ക് എപ്പോൾ പീരിയഡ്സ് ആവുന്നു എന്നൊക്കെ ഉള്ളത്. പക്ഷെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യണ അമ്മമാർക്ക് ചിലപ്പോൾ ഡിലേ ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഇനി പീരിയഡ്സ് തിരിച്ചു വന്നാൽ എങ്ങനെയാണ്? അതും പലവർക്കും പല പോലെ ആയിരിക്കും. മൂഡ് സ്വിങ്സ് എക്സ്ട്രീം ആയിരിക്കാം, ക്രാംസ് ഭയങ്കര എക്സ്ട്രീം ആയിരിക്കാം, ഇമോഷൻസിൻ്റെ ഒരു കളിയായിരിക്കാം. അങ്ങനെ പല രീതിക്ക് പലർക്കും. ചിലർക്ക് ഒരു കുഴപ്പം ഉണ്ടാവില്ല കേട്ടോ, അങ്ങനെയായിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ച് എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എക്സ്ട്രീം ടയേർഡായിരുന്നു. ഞാൻ അയ്യോ അമ്മ ഇപ്പം കുഴഞ്ഞു വീഴും എന്നുള്ള ഒരു അവസ്ഥയിലായിരുന്നു എനിക്ക് പീരിയഡ്സ് ആയപ്പോൾ. ഞാൻ ഈവൻ ഹോസ്പിറ്റലിൽ പോയി എനിക്ക് ഡ്രിപ്പ് ഇടേണ്ടി വന്ന്, അങ്ങനെ എനിക്ക് ഒട്ടും പറ്റാത്തൊരു സിനാരി ആയിരുന്നു. അങ്ങനെ പലവർക്കും പല രീതിക്കായിരിക്കും ഈ പീരിയഡ്സ് വരുന്നുണ്ടായിരിക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഒട്ടും മര്യാദ ഇല്ലാത്ത രീതിയിലായിരിക്കും ഈ പീരിയഡ്സ് വരുന്നുണ്ടായിരിക്കുക. നമ്മളെ വീണ്ടും യു അഗെയിൻ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലായിരിക്കും പീരിയഡ്സ്
വരുന്നുണ്ടായിരിക്കുക. കുറേ പേർക്ക് ഡെലിവറിക്ക് ശേഷം മുമ്പ് ഭയങ്കര പീരിയഡ് ക്രാംസ് ഉള്ളവർക്ക് പക്ഷെ ഡെലിവറിക്ക് ശേഷം ക്രാംസ് ഒക്കെ കുറവാണ്, വയറുവേദനൊക്കെ കുറവാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ പലവർക്കും പല രീതിക്കായിരിക്കും കേട്ടോ ഈ ഡെലിവറിക്ക് ശേഷം പീരിയഡ്സ് വരുന്നുണ്ടായിരിക്കാം. അപ്പോൾ ഇത് കേൾക്കുന്നവർ വിചാരിക്കും ഒരു പോസ്റ്റ് പാർട്ടം ബോഡി എന്ന് പറയുന്നത് ഒരു വീക്കാണ്, ഒരു സ്ത്രീ ഒരു പോസ്റ്റ് പാർട്ടം ഫേസിൽ കൂടെ വരുമ്പോൾ അവർ ബോഡി വീക്കാണ്. ഒരിക്കലും ഞാനത് പറയത്തില്ല, വീക്ക് എന്നല്ല പറയാം. നമ്മൾ ആ പോസ്റ്റ് പാർട്ടം ബോഡീനെ റീബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുക. കാരണം നമ്മളൊരു പുതിയ ജീവൻ കൊടുത്തേക്കുക, ഒരു ലൈഫ് ക്രിയേറ്റ് ചെയ്തേക്കുക. സോ നമ്മുടെ ബോഡി റീബിൽഡ് ചെയ്തെടുക്കാൻ നമുക്ക് ടൈം വേണം അല്ലേ? അതൊരു നിസ്സാര കാര്യമല്ല. ഒരു ന്യൂ ലൈഫ് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് അതൊരു ചെറിയ കാര്യമല്ല. അപ്പം നമ്മുടെ ബോഡിക്കാണെങ്കിലും നമ്മുടെ മൈൻഡിലാണെങ്കിലും റീബിൽഡ് ചെയ്യാൻ നമുക്ക് ടൈം അത്യാവശ്യമാണ്. അതാണ് നമ്മൾ ഇത്രയും ഒരു പീരിയഡ്സ് ഒക്കെ ആകുമ്പോൾ നമ്മൾ വീക്ക് ആവുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ്, പീരിയഡ്സ് ആവുന്നില്ല, എനിക്കിതുവരെ പീരിയഡ്സ് ആയിട്ടില്ല ഡെലിവറിക്ക് ശേഷം. അപ്പോൾ ഞാൻ ഇനി എൻ്റെ ഹസ്ബൻഡിനായിട്ട് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട് കഴിഞ്ഞാലും കുട്ടികളൊന്നും ആവത്തില്ലല്ലോ, ഞാൻ പ്രഗ്നൻ്റ് ആവത്തില്ലല്ലോ. ഓക്കെ, സെക്സ് എന്ന് പറയുന്നത് സേഫാണ്, അപ്പോൾ പ്രൊട്ടക്ഷൻ ഒന്നും യൂസ് ചെയ്യണ്ട. കാരണം നമ്മളങ്ങനെയാണല്ലോ പറയുക, കാരണം പീരിയഡ്സ് ആണ് നമ്മളങ്ങനെയല്ലേ വിചാരിക്കുക. ഓക്കെ, അപ്പോൾ അതാണൊരു പ്രഗ്നൻസിയുടെ ഒരു ക്രൈറ്റീരിയ. അങ്ങനെ വിചാരിക്കുകയേ ചെയ്യരുത്. നിങ്ങൾക്ക് പീരിയഡ്സ് ആയില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവില്ല എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. നിങ്ങൾ എന്താ പറയുക, ആക്സിഡൻ്റൽ പ്രഗ്നൻസിക്കുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്തില്ലെങ്കിൽ പ്രഗ്നൻ്റ് ആവും. നിങ്ങൾക്ക് പീരിയഡ്സ് ആയില്ല എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ അൺപ്രൊട്ടക്റ്റഡ് സെക്സിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആവും. സോ അങ്ങനെ വിചാരിക്കരുത്. എന്താണോ സേഫ്റ്റി മെഷേഴ്സ്, നിങ്ങൾക്ക് കുട്ടികൾ ഇപ്പോൾ വേണ്ട, രണ്ടാമത്തെ ഒരു പ്രഗ്നൻസി താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ പ്രൊട്ടക്ഷൻ യൂസ് ചെയ്യുക. കാരണം അത് ആവട്ടോ, അതും ഈ വരുന്ന പീരിയഡ്സും തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല. അടുത്തൊരു കൺഫ്യൂസ് ചെയ്യിപ്പിക്കുന്ന കാര്യം ഇതായിരിക്കും. സോ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിലേ ആവുന്നത്? നമുക്കിതിൻ്റെ പിന്നിലത്തെ ഒരു സയൻസ് അല്ലെങ്കിൽ ഒരു ബയോളജി അറിഞ്ഞിരിക്കണമല്ലോ. എന്തുകൊണ്ടാണ് ഈ ഡെലിവറിക്ക് ശേഷം പീരിയഡ്സ് ഇത്ര ലേറ്റ് ആവുന്നത്? ഓക്കെ, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ നമ്മളുടെ ഡെലിവറിക്ക് ശേഷം നമ്മുടെ ബോഡിയിലത്തെ ഹോർമോൺസ് ഒക്കെ വീണ്ടും റീസെറ്റ് ആവും. ഓക്കെ, വീണ്ടും റീസെറ്റ് ആവും കേട്ടോ. പ്രഗ്നൻസിയുടെ ടൈമിൽ പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രജൻ സൂപ്പർ ഹൈ ആയിരിക്കും, അതിൻ്റെ ലെവൽ എന്ന് പറയുന്നത് സൂപ്പർ ഹൈ ആയിരിക്കും. പക്ഷെ ഡെലിവറിക്ക് ശേഷം ഒരൊറ്റ ഡ്രോപ്പ് സംഭവിക്കണം, ഒരൊറ്റ താഴത്തേക്ക് പോവാണ് ഈ പ്രൊജസ്ട്രോൺ ആൻഡ് ഈസ്ട്രജൻ. അതുകൊണ്ടാണ് നമ്മളുടെ ഈ പോസ്റ്റ്പാർട്ടം ഇമോഷൻസ് ഒക്കെ നമുക്ക് ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നത്, ഭയങ്കര ഇതായിട്ട്. കാരണം ഇത്രയും പീക്കിൽ നിന്നിരുന്നൊരു സാധനം പെട്ടെന്ന് അങ്ങോട്ട് താഴത്തേക്ക് വരുമ്പോൾ നമുക്ക് തന്നെ ആലോചിക്കാം അത് എങ്ങനെയായിരിക്കും. അതുകൊണ്ടാണ് നമുക്ക് ആ ഒരു പോസ്റ്റ്പാർട്ടം ഇമോഷൻസ് ഒക്കെ ഭയങ്കര പേഴ്സണലായിട്ട് ഭയങ്കര പീക്കായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്ത ഒരു ഇമ്പോർട്ടൻറ്റ് ഹോർമോണിനെ കുറിച്ച് ഞാൻ പറയാം, പ്രൊലാക്റ്റിൻ. നിങ്ങൾ അറിഞ്ഞിരിക്കണം, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഹോർമോൺ ഇപ്പോഴത്തെ നമ്മുടെ ഫേസിൽ, പ്രൊലാക്റ്റിൻ. ഈ പ്രൊലാക്റ്റിനാണ് നമ്മളുടെ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. ഈ ബ്രസ്റ്റ് മിൽക്ക് പ്രൊഡക്ഷനൊക്കെ ചെയ്യുന്നൊരു ഹോർമോണാണ് ഏത്, പ്രൊലാക്റ്റിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊലാക്റ്റിൻ്റെ അളവ് ഭയങ്കര ഹൈ ആയിരിക്കും, പ്രൊലാക്റ്റിൻ ഭയങ്കര ഹൈ ആയിട്ട് നിൽക്കുമായിരിക്കും. ഈ പ്രൊലാക്റ്റിൻ ഇങ്ങനെ ഹൈ ആയിരിക്കുമ്പോൾ നമ്മുടെ ഓവുലേഷനെ ഇത് സപ്രസ് ചെയ്യും. ഓക്കെ, ഓവുലേഷൻ അത് ഇല്ലാതാക്കും, സപ്രസ് ചെയ്യും. നോ ഓവുലേഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നോ പീരിയഡ്സ്. ഓവുലേഷൻ സംഭവിക്കുമ്പോഴല്ലേ പീരിയഡ്സ് ഉണ്ടാവുള്ളൂ. ഇതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഇതിൻ്റെ മെയിൻ കാരണക്കാരൻ, നമ്മളുടെ ഈ ഒരു പീരിയഡ്സ് ഡിലേ ആവുന്ന മെയിൻ ആൾ ഈ പ്രൊലാക്റ്റിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണാണ്. ഇത് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയാൻ തുടങ്ങിയത്, കുറേ ആയിട്ട് പറയണം. പക്ഷേ നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഒരു ബയോളജി നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ. നമ്മുടെ ഒരു ഡെലിവറിക്ക് ശേഷം നമ്മുടെ ഒരു ബോഡി മെയിൻ ഫോക്കസ് ചെയ്യുന്നത് നമ്മുടെ ബോഡി ഹീലാവാനും ആ പഴയ പോലെ നമ്മുടെ ബോഡി മൈൻഡൊക്കെ ഹീലാക്കാനും അതിനൊക്കെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. അല്ലാതെ ഒരു സൈക്കിള് റെഗുലർ ആക്കാനോ അതിനല്ല മെയിനായിട്ട് ആവുന്നത്. സോ നമ്മൾ ഇതിനൊരു റഷ് ആവേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ഇത് എന്ത് പീരിയഡ്സ് ആവാത്ത എന്നുള്ള ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. അതൊരു ടൈം ആകുമ്പോൾ വരുന്നതാണ്. ഈ വീണ്ടും നമ്മുടെ ബോഡി പഴയ പോലെ ആവുന്നതുമാണ്. സോ അമ്മമാർ ശ്രദ്ധിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ടൈം എടുക്കുക, നിങ്ങളുടെ ഈ ഒരു ഫേസ് നിങ്ങൾക്ക് മാക്സിമം എൻജോയ് ചെയ്യുക. നിങ്ങളുടെ ബോഡിക്ക് ഒന്നും പെട്ടെന്ന് പഴയ പോലെ ആവത്തില്ല. ടൈം എടുത്ത് നിങ്ങൾ പഴയ പോലെ ആവും. ഓക്കെ, പണ്ടത്തേക്കാൾ സ്ട്രോങ് ആയിട്ട് തന്നെ തിരിച്ചു വരുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇതുപോലത്തെ കൂടുതൽ വ്ളോഗ്സും കണ്ടൻറ് വീഡിയോസും ആയിട്ട് വരുന്നതാണ്. സോ പ്ലീസ് സബ്സ്ക്രൈബ്. ബൈ. കമൻറ്റ് ചെയ്യണേ എൻ്റെ വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്.